നീയും നിന്റെ ഒരു വിഷ്ണുവേട്ടനും കാണിച്ചു തരാടി ഞാൻ. മേഡം, ബോസാർ പറഞ്ഞു പുറത്തേക്ക് വരാൻ. ലോകകപ്പ് ഓസ്ട്രേലിയക്ക് വിട്ടുകൊടുത്തോന്നും നോക്കണ്ട. നമ്മുടെ ചുണക്കുട്ടന്മാര് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കപ്പ് ഇന്ത്യക്ക് തന്നെ. ബോസിന് എന്തു തോന്നുന്നു? അത് എനിക്ക് ക്രിക്കറ്റിലൊന്നും വലിയ താല്പര്യമില്ല സാറേ. ബോസിന് പിന്നെ എന്തിലാ താല്പര്യം? ടീ ഓർ കോഫി? രണ്ടും വേണ്ട, ലൈം ജ്യൂസ് മതി. ഓ, നിനക്ക് എന്താ വേണ്ടി? എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു ലൈം ജ്യൂസ്. ചെല്ലു. സുസ്മിത അല്ലേ? അതെ. ഞാൻ അമീർ അബ്ദുള്ള. അറിയാം. പ്രേയിങ് ടു ലെറ്റ്. വയസ്സ് 26. കൊള്ളാം. ഇനിയും സമയമുണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ. ബ്ലാക്ക് വിഡോ എന്ന് കേട്ടിട്ടുണ്ടോ സുസ്മിത? ഇല്ല. ഭർത്താവിന്റെ ജീവനെടുക്കുന്ന സ്ത്രീകളെയാണ് ഇംഗ്ലീഷിൽ ബ്ലാക്ക് വിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത്. മരുഭൂമിയിലെ ചിലന്തികളിൽ നിന്നാണ് ആ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ബ്ലാക്ക് വിഡോ, നൈസ് നെയിം. എനിക്കും ആ ഗ്രൂപ്പിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നത്. നീ എൻ്റെ കൺമുന്നിൽ വന്നാ അപ്പോഴും ഞാൻ കൊല്ലും. എവിടെയാണെന്ന് അറിഞ്ഞാലും മതി, തേടി പിടിച്ച് പോയി കൊല്ലും. 1000 വട്ടം തോറ്റാലും പിന്നെയും ശ്രമിക്കും. ആവക്കാലത്തും നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. ഗ്രേറ്റ്. ഐ ലൈക്ക് ദാറ്റ് സ്പിരിറ്റ്. ആ, കുടിക്കൂ സാറേ. കുടിക്കേ. അല്ല, എനിക്ക് വേണ്ട. ഈ വക്കാലത്ത് അഡ്വക്കേറ്റ് അമീർ അബ്ദുള്ള ഏറ്റെടുത്തിരിക്കുന്നു. സുസ്മിതയ്ക്ക് എൻ്റെ BTL അസോസിയേറ്റ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ നാരങ്ങാ നീര് കുടിച്ച് സ്വയം പ്രഖ്യാപിത ഉപവാസ സമരം അവസാനിപ്പിക്കാം. ഇപ്പോ ഒന്ന് തണുത്തില്ലേ? ഇനി പറഞ്ഞു തുടങ്ങിക്കോ സുസ്മിതേ. ഈ ക്രൈമിലേക്ക് നയിച്ചതും അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചതും അതിനുശേഷമുണ്ടായ കാര്യങ്ങളും.
വള്ളിപുള്ളികൾ ഒന്നും വിട്ടുപോകാതെ. എത്രയാ ചേട്ടാ? 60. എന്താ വിജിലെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഓട്ടോ പറഞ്ഞു വിടണ്ടായിരുന്നു ശാലിനി. എന്താ എവിടെയെങ്കിലും പോകാനുണ്ടോ? അതല്ല ശാലിനി, ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം പറയേ? ഇവിടെ ആരും ഒളിച്ചിരിപ്പുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഓട്ടോ പറഞ്ഞു വിട്ടില്ലായിരുന്നേൽ ഒരു ആൺതുണ ഉണ്ടായിരുന്നു. എന്നിട്ട് ഓട്ടോക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാനാ? മുഴുവൻ സമയത്ത് ആളെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ശാലിനി വിചാരിക്കുന്ന പോലെ ഇതത്ര നിസ്സാരമല്ല കാര്യങ്ങള്. ജയിലിലായ സുസ്മിത തിരിച്ചടിക്കാതിരിക്കില്ലെന്നാ കമലം പറയുന്നത്. കൊട്ടേഷൻ കാര്യമായിട്ടൊക്കെ അവന് നല്ല ബന്ധമുണ്ട്. തോവാളയെന്നും ശുചീന്ദ്രത്തെന്നും നാഗർകോവിലിൽ നിന്നൊക്കെ പുതിയ ചില ഇറക്കുമതികൾ ഉണ്ടായിട്ടുണ്ടെന്നാ അവൻ പറയുന്നത്. ഇറക്കുമതികളോ? ആ, ഓരോ കൊട്ടേഷൻ നേതാക്കന്മാരെ ഓരോരുത്തന്മാരുടെ പേര് കേൾക്കുമ്പോ തന്നെ പേടിയാവും. ചോര കണ്ട് അറപ്പ് മാറിയന്മാരാ. ചെയ്തതൊക്കെ കേട്ടാ തന്നെ. അതിനിപ്പോ എന്ത് ചെയ്യാനാ വിജിലെ? കേട്ടിട്ടില്ലേ, നമ്മളെ ഒരാൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ മരിക്കല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലെന്ന്. ശാലിനി എന്തായി പറയുന്നേ? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ വിജിലെ. അങ്ങനെ എന്നെ ആരും എളുപ്പത്തിലൊന്നും തൊടാൻ ധൈര്യപ്പെടില്ല. പോരെങ്കിൽ വിഷ്ണുവേട്ടന്റെ പെണ്ണല്ലേ ഞാൻ. പാറുമോള് വഴക്കൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അവൾ അമ്മയുടെ അടുത്ത് കളിയും ചിരിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ റെസ്റ്റോറന്റ് ആളില്ലാത്ത സമയത്ത് മുറ്റം തൂക്കാനായിട്ട് വന്നതാ. ദൂരെ നിന്ന് നോക്കിയപ്പോ മുറ്റത്താരും നിൽക്കുന്ന പോലെ തോന്നി. ഞാനിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ഓടി മാറിക്കളഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ആരുമില്ല. വീട് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് അകത്ത് കയറാനും പറ്റില്ലല്ലോ. ഓടി മാറാനുള്ള സമയവും കിട്ടിയില്ല. അതാ എവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളത്. അത് നിന്റെ സംശയം മാത്രമായിരിക്കും. വാ. ചിലപ്പോ വിഷ്ണുവേട്ടന്റെ പരിചയക്കാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാര്. അങ്ങനെയാണെങ്കിൽ ആളെ കാണുമ്പോ ഓടി മറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും എന്തോ കള്ളത്തരൊപ്പിക്കാൻ വന്നതാന്ന് ഉറപ്പാ. വിജിലെ, ശരിക്കും നീ കണ്ടതാണോ? ആ, ഇതിലും വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാ പറയാ? ആ, എന്തായാലും വാതിൽ പൂട്ടിയതുകൊണ്ട് അകത്തേക്കൊന്നും കേറിയിട്ടുണ്ടാവില്ല. പോയി കാണും. ആ, ശാലിനി പോയിട്ട് ചേച്ചിയെ കണ്ടില്ലേ? കണ്ടു. അല്ല, റെസ്റ്റോറന്റിലേക്ക് വരുന്നില്ലേ? തുറക്കാൻ സമയമായി. ഇനിയിപ്പോ ഇന്ന് ഞാനില്ല, നല്ല ക്ഷീണം. ഇവിടെ ഒറ്റയ്ക്കിരിക്കാനോ? എന്നാ ഞാനും കൂട്ടിരിക്കാം. വേണ്ട വിജിലെ, റെസ്റ്റോറന്റ് അടച്ചിടണ്ട. ഞാൻ ഇന്ദുമതി അമ്മയെ വിളിച്ച് പറയാം മോളെ കൊണ്ടുവരാൻ. എന്നാ അങ്ങനെ ആട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം ശാലിനി. എന്റെ കാര്യത്തിൽ നിന്റെ വിഷ്ണുവേട്ടൻ ആവശ്യമില്ലാത്ത ശുഷ്കാന്തി കാണിച്ചിട്ടാ അയാൾ എന്നെയും നിന്റെ വിഷ്ണുവേട്ടനെ ചേർത്ത് ഓരോന്ന് പറഞ്ഞത്.
ആരാ അത്? ആരാ അത്? രോഹിത്, രോഹിത്, രോഹിത് എന്താ ഇവിടെ? എനിക്ക് വിഷ്ണുപ്രിയ ഒന്ന് കാണണം ശാലിനി. അപ്പോ രോഹിത് ജീവനോടെ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ സാറേ. സാക്ഷികൾ? അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. വിജയനും അയാൾക്കൊപ്പമുള്ള ഗുണ്ടകളും മാത്രമാണ് രോഹിത്തിനെ കണ്ടിട്ടുള്ളത്. അവരെന്തിനവിടെ പോയെന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. പ്രത്യേകിച്ച് വിജയന്റെ ഫോൺ കോളോ മറ്റോ പരിശോധിച്ചാൽ. രാജിയമ്മ, അവരുടെ കുടിയിലെ ആ കുട്ടി, എല്ലാം പ്രശ്നമാവും. അത് മാത്രമല്ല, ഇപ്പോഴത്തെ രോഹിത്തിന്റെ തിരോധാനത്തിനും മറുപടി പറയേണ്ടി വരും. ഇപ്പോ സുസ്മിത മാത്രമേ അകത്തായിട്ടുള്ളൂ. ഞാനും കൂടി യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ജയിലിലേക്ക് പോകേണ്ടി വരും. അതിനിടെ അവനെന്തെങ്കിലും സംഭവിക്കുക കൂടി ചെയ്താൽ കൊലക്കയർ ഉറപ്പാവക്കില്ലേ? ബൈ ദ വേ, രോഹിതിനെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം? ഏതെങ്കിലും തീവ്രവാദി സംഘടനയിൽപ്പെട്ടവരാവാനേ സാധ്യതയുള്ളൂ. വാറങ്കൽ, വിജയവാഡ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ തമ്പടിക്കുന്നത് ഇത്തരം വനപ്രദേശങ്ങളിലാണ്. പോലീസിനോട് നല്ല പകയുണ്ടാവുമാർക്ക്. ഏത് ഭാഷയിലായിരുന്നു അയാളുടെ സംസാരം? നല്ല മലയാളത്തിൽ തന്നെ. പക്ഷേ അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. മലയാളം നന്നായി പഠിച്ചവരുണ്ട് ഇത്തരം ഗ്രൂപ്പുകളിൽ. അവരോട് അനുഭാവം പുലർത്തുന്ന മലയാളികളും സംഘാംഗങ്ങളാണ്. അപ്പോ രോഹിതുമായി ഒരു പരിചയമില്ലാത്ത ആളാണ് അവനെ അവിടെ നിന്ന് കടത്തിയതെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്? ഷുവർ. വിജയനെ പോലെ ഒരാളെ കായികമായി കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒരു കാട്ടാനയുടെ കരുത്തുണ്ടായേക്കാം. അയാളും രണ്ട് ഗുണ്ടകളും നേരെ നിന്ന് അടിച്ചിട്ടും അവ വീണില്ല. തികഞ്ഞ കായികാഭ്യാസം, അസാമാന്യ മെയ്വഴക്കം, മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ. അതൊരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റിൽ നിന്നുള്ള കറകളഞ്ഞ പരിശീലനത്തിന്റെ ഗുണമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാവക്കില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കില്ല ചന്ദ്രബോസ്. രോഹിത്തിനെ മാത്രമല്ല അയാൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്, ശാരദാമ്മയും ശാരികയും രക്ഷിച്ചു. അവർ സ്വന്തം വീട്ടിലെത്തി എന്നതിന്റെ അർത്ഥം? അവരെ പിടിച്ച് നന്നായൊന്ന് കുടഞ്ഞാൽ ആളെ പിടികിട്ടും. പക്ഷെ അറിയാലോ, ഈ കേസിൽ ഒഫീഷ്യലായി നീങ്ങാൻ പറ്റില്ല. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തല ഉപയോഗിച്ചാൽ മാത്രം മതി. ഒരു തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും അയാൾ ഉപയോഗിച്ച പേരെന്താണെന്നാ പറഞ്ഞത്? കൽക്കി. കൽക്കി എന്നാൽ മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം. ഒരു തീവ്രവാദ സംഘടനയിൽപ്പെട്ടയാൾ തമാശയ്ക്കോ മറ്റുള്ളവരെ ഭയപ്പെടുത്താനോ ഒരിക്കലും ദൈവത്തെ കൂട്ടുപിടിക്കില്ല ചന്ദ്രബോസ്. സാർ പറഞ്ഞു വരുന്നത്? നിങ്ങൾ സമർത്ഥമായി കബളിപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ കണ്ണുകൾ മൂടി. രോഹിത്തിന് നന്നായി അറിയാവുന്ന, നിങ്ങൾക്ക് കൂടി പരിചയമുള്ള ഒരാളാണ് അവനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിപ്പോ അങ്ങനെയാരാ? തികഞ്ഞ കായികാഭ്യാസം, അസാമാന്യമായ മെയ്വഴക്കം, മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ,
അത് വിഷ്ണുവേട്ടൻ തന്നെ. വിഷ്ണുവേട്ടനെ അത് സാധിക്കും. അതെ. ചായ വേണ്ട ശാലിനി, കുടിച്ചാൽ എനിക്ക് ഇറങ്ങില്ല. വാങ്ങ് ബ്രോ. എടോ, തനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ബ്രോ, എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. വിഷ്ണുട്ടാ, രോഹിത് പറയുന്നതിലും കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മരിച്ചെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര നാളിങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റും? അതിനൊക്കെ സാധിക്കുന്നത് കഥയിലും സിനിമയിലും ഒക്കെ മാത്രം. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ പോലീസിനെ ആർക്കും കബളിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു പിടികിട്ടാ പുള്ളി കുറുപ്പിന്റെ കഥയൊക്കെ പറയാൻ കാണുമായിരിക്കും. അയാളെ അന്വേഷിക്കാതിരുന്നിട്ടില്ലല്ലോ പോലീസ്. ബീഹാർ ബംഗാൾ അതിർത്തിയിൽ എവിടെ വെച്ച് കുറുപ്പ് മരിച്ചെന്നാ പോലീസിന്റെ റിപ്പോർട്ട്. അല്ലെങ്കിലും അത്ര വലിയ കള്ളനൊന്നുമല്ല ഞാൻ. മറ്റാർക്കും മുഖം കൊടുക്കാതെ എത്ര കാലം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കും? ഞാൻ ഇനിയും ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ കഴിയും? അല്ലെങ്കിൽ വിദേശത്തേക്ക് മറ്റാ പോവാം. പക്ഷേ ഏത് പ്രതികാരത്തിൻ്റെ പേരിലായാലും അമ്മയെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല ബ്രോ. എന്റെ ബ്രോ, ഒരു രാത്രിയുടെ ഇടവേള മാത്രം ഞാൻ തന്നോട് ചോദിക്കുന്നുള്ളൂ. സുസ്മിതയെ പൂട്ടാനുള്ള വലക്കണ്ണികളെല്ലാം മുറുക്കി വെച്ചിരിക്കുക. ഈ സമയത്ത് താൻ പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ കേസ് തന്നെ ഇല്ലാതാവും. സുസ്മിതയുടെ വക്കീൽ അതൊരു ആയുധമാക്കും. എടോ, ഇപ്പൊ കൊലക്കേസിലെ പ്രതിയ സുസ്മിത. ആ കേസിൽ അവൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ വിട്ടുകളയണോ? പക്ഷെ വിഷ്ണുട്ടാ, മുന്നോട്ടെന്താ? എന്നായാലും രോഹിത് ജീവനോടെ ഉണ്ടെന്ന് വിഷ്ണുട്ടാ, ഇക്കാര്യം രഞ്ജന ചേച്ചിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ നമുക്ക് അർജുനേട്ടനോടെങ്കിലും. വിഷ്ണുട്ടന്റെ ബ്രദറിലോ മാത്രമല്ലല്ലോ, നമ്മുടെ പഞ്ചകൈലാസ യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നല്ലേ. പോരെങ്കിൽ നമ്മുടെ വക്കീലും. ശാലിനി, തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട. വിഷ്ണുട്ടാ, ഈ തീരുമാനം ശരിയാണോന്ന്